അശോകൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ബയോടെക്കിൻ്റെ പ്ലാന്റ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞു ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയണമെങ്കിൽ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, വേസ്റ്റ് ഡിസ്പോസൽ നമ്മളെ സ്ഥലത്ത് തന്നെ, അത് ഓറിജിൻ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അത് തീർക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നുണ്ട് കാര്യം. എക്സെപ്റ്റ് പ്ലാസ്റ്റിക്കും അങ്ങനത്തെ വേസ്റ്റുകൾ ഒഴിച്ച് ബാക്കി ഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഈ കിച്ചൺ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, മീനിൻ്റെ തല, അങ്ങനത്തെ എല്ലാം ചത്ത ഏരിയ വരെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഗ്യാസ് കിട്ടുന്നത് അതിൻ്റെ സെക്കൻഡറിയാണ്. ഗ്യാസിൻ്റെ ഈ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്ന സ്ലറി ചെടിക്ക് ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ട് ചെറുതായിട്ട്. അത് നല്ല വളമാണ്, അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. ഗ്യാസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് LPG യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സിലിണ്ടർ ഞങ്ങൾക്ക് 5 മെമ്പേഴ്സ് ഉണ്ട് വീട്ടിൽ. ഒരു സിലിണ്ടർ 25 ഡേയ്സ് ലാസ്റ്റ് ചെയ്യുമായിരുന്നു. ഇതിപ്പം വന്നതിന് ശേഷം അത് 45-50 ഡേയ്സ് വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് ഇപ്പോൾ ഇതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ഇത് തീർന്നിട്ട് ഞങ്ങൾ LPG ഓൺ ചെയ്യാറുള്ളൂ. ഇതിൻ്റെ സ്റ്റോറേജ് ഡിവൈസ് ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് അങ്ങനെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ 45 ഡേയ്സിന് മുകളിൽ കിട്ടുന്നുണ്ടത്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഡയറക്റ്റായിട്ടുണ്ട്. സ്ലറി കിട്ടുന്നതും, ഗ്യാസ് കിട്ടുന്നതും, വേസ്റ്റ് ഇതിനകത്ത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. അല്ലാതെ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റ് വെളിയിൽ കിടന്ന് ഈ മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ കോസ് ആകുന്നുണ്ടെന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഇൻഡയറക്റ്റായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ നേട്ടം.